Good morning, everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ ആണ്. 91.50 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വന്നിട്ടുള്ളത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. യെസ്, ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് അതുപോലെ തന്നെ ഗ്യാപ് ഫില്ലിങ്ങും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കാം. 25,200 മന്ത്ലി എക്സ്പയറി ആണ്. ജാനുവരി മന്ത്ലി എക്സ്പയറി 27th മന്ത്ലി എക്സ്പയറി. നെക്സ്റ്റ് ട്യൂസ്ഡേ ഒരു ഗ്യാപ് ഫില്ലിംഗ് കഴിഞ്ഞു. ഗ്യാപ് ഫില്ലിംഗ് എന്നൊരു പ്രൈസ് റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിലൊരു എൻട്രി എടുത്തത്. ബട്ട് ഒരു ബൈയിങ് പ്രഷർ തന്നെയാണ്. ചാർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 1 മിനിറ്റ് ഹൈ വന്നിട്ട് ആ ഒരു ഹൈയിലേക്ക് തന്നെ വീണ്ടും ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 120 ലെവലിലേക്കും ഡേ ലോ 115.80 ആണ്. ഇന്നലെ നല്ലൊരു ഫോളാണ് ഓവറോൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ വലിയൊരു ലോസ് ബുക്ക് ചെയ്തു. ബിഗ് ലോസ് ഡേ ആയിരുന്നു നമുക്ക് ഇന്നലെ. പക്ഷെ അതേസമയം ആ ലോസ് മുഴുവൻ തന്നെ റിക്കവർ ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പോൾ ക്യാപിറ്റൽ നോക്കിക്കഴിഞ്ഞാൽ 5.38 CR ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ 4.11 CRലാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്ത 25,370 ലെവൽ. ഇപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ വാച്ച് ചെയ്യാം. 25,370 ലെവലിലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പെക്ട് ചെയ്തൊരു മൂവ്മെൻറ്റ് വന്നിട്ടില്ലായിരുന്നു. ആ ഒരു എക്സ്പെക്ട് ചെയ്ത മൂവ്മെൻറ്റ് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആ ഒരു പൊസിഷൻ പുൾ ബാക്ക് ബെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആ ഒരു 1.1 CR നമുക്ക് ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനുശേഷം ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഡേ ഹൈ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു 160 ലെവലിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇന്നലത്തെ വീഡിയോ വാച്ച് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ വാച്ച് ചെയ്യാം. 25,370 ലെവലിലേക്ക് വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത 162 ലെവലിലേക്ക് വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പുട്ട് ഓപ്ഷൻ. അപ്പോൾ അത് പുൾ ബാക്ക് വന്നപ്പോൾ നമുക്ക് ബെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹെവി ക്വാണ്ടിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ലോസ് ബുക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം 370 ലെവലിലേക്ക് ഫോൾ ചെയ്ത സമയത്ത് എൻട്രി എടുത്തു. അതിനുശേഷം എല്ലാവർക്കും അറിയാം 230 ശേഷം ഒരു ഷാർപ്പ് ഫോൾ ഉണ്ടായിരുന്നു, എക്സ്പയറി മൂവ്മെൻറ്റ്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിലും നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റി. മുഴുവൻ ലോസും റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1.1 CR തന്നെ ഇന്നലെ അതിനേക്കാൾ കൂടുതൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഓവറോൾ. ബട്ട് ആ ഒരു റിസ്കി ട്രേഡ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തില്ല, അത് പോസ്റ്റ് ചെയ്തിട്ടുമില്ല. കാരണം ലോസ് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ ഒരു ലിമിറ്റ് പോർട്ട്ഫോളിയോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനത് റിക്കവർ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഇന്നലെ വന്നതുകൊണ്ട് മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു 17 to 20 lakhs ലോസിൽ നിന്നും റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുട്ട് ഓപ്ഷൻ തന്നെയാണ് നമ്മൾ ഇന്നും എടുത്തിട്ടുള്ളത്. ഇന്നലത്തെ ആ ഒരു ഡൗൺഫോളിൻ്റെ ഒരു
റീടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ലോവർ ലോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഡേ ലോ ലെവൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് പുട്ട് ഓപ്ഷൻ, അതായത് സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ. ഇന്നത്തെ ഡേ ലോ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 91.50 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2-3 ലാക്സിലേക്ക് ലോസ് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൊസിഷൻ 1.8 CR ആണ് നമ്മൾ ലോഡ് ചെയ്തിട്ടുള്ളത്. കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് കോസ്റ്റിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ റിസ്ക് വളരെ ഹൈ ആണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് റിസ്കി പൊസിഷനാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിലൊരു 20+ ലാക്സിൻ്റെ പ്രോഫിറ്റാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രീവിയസ് ഡേ ക്ലോസിംഗ് 140 ലെവലിലേക്ക് വരുമോ നമുക്ക് നോക്കാം. 130 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഗെയിൻ ഒരു 10 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്പ് മൂവ് വരുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഡേ ലോ ലെവൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു ഫോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു ഫോള് ഡേ ലോയിലേക്ക് വരികയാണെങ്കിൽ മാത്രം നമുക്ക് ഉദ്ദേശിക്കുന്നൊരു പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ലോ ലെവലിലേക്ക് വന്നാലും നമുക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നലത്തെ പൊസിഷൻ നോക്കുകയാണെങ്കിലും ഇന്നലെ നമ്മൾ 1.1 CR ലോസ് ബുക്ക് ചെയ്ത പൊസിഷനിലാണെങ്കിൽ നമ്മൾ ആദ്യം തുടക്കത്തിൽ 5 ലാക്സ് പ്രോഫിറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതും അതിനെ നമ്മൾ ഹെഡ്ജ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവന്നെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അത് ഫേക്ക് ബ്രേക്ക് ഔട്ടൊക്കെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് വരികയും ചെയ്തു. നമ്മുടെ ലോസ് ഓൾമോസ്റ്റ് റിക്കവർ ആയതാണ്. നമ്മളൊരു 50 to 75 ലാക്സിൻ്റെ ഇടയിലാണ് ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മുഴുവൻ റിക്കവർ ചെയ്ത് അതിലൊരു 20-30 ലാക്സ് മാത്രമാണ് ലോസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. അതിനുശേഷം ആ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടിൽ നിന്ന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പുൾ ബാക്ക് ആയിരുന്നു. അത് വലിയൊരു മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ പുൾ ബാക്ക് അത്ര തന്നെ വലുതായിരുന്നു. അപ്പോൾ ആ പുൾ ബാക്ക് ബെയർ ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. അതിൽ നമുക്ക് ആ ഒരു 60-70 ലാക്സ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്, നമ്മുടെ കൗണ്ടർ പൊസിഷനിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് മുഴുവനും കോസ്റ്റിലേക്ക് വന്നു. അപ്പോൾ അതിന് നമ്മളൊരു 18 അല്ലെങ്കിൽ 15 ലാക്സിൻ്റെ ലോസ് നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ ഓവറോൾ നമുക്കൊരു 1.1 CRൻ്റെ ലോസാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് നമ്മൾ ഇന്നലത്തെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയപ്പോൾ തന്നെ അത് ബുക്ക് ചെയ്തു. പ്രോഫിറ്റ്സ് ലോസ് മുഴുവൻ റിക്കവർ ചെയ്തു. പ്രോഫിറ്റ്സിലേക്കാണ് ഇന്നലെ ഒരു 10-11 ലാക്സ് 9 ലാക്സ് പ്രോഫിറ്റാണ് ഡേ ക്ലോസ് ചെയ്തത്. 5.38 CR ആണ് ക്ലോസ് ചെയ്തത്. 5.29 ആയിരുന്നു ഇന്നലെ സ്റ്റാർട്ടിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ഈ രീതിയിൽ 1 CR ലോസൊക്കെ വന്ന സമയത്ത് 20% ലോസ് വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിയുമ്പോൾ പിന്നെ നമുക്കത് റിക്കവർ ചെയ്യാൻ വേണ്ടി ട്രേഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു റിസ്കിയർ ആയിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. അപ്പോൾ അതൊരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് അത്രയും കൃത്യമായിട്ടൊരു ബിഗ് മൂവ്മെൻറ്റ് വരുമെന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ടും അത് വന്നതുകൊണ്ടാണ് ഞാൻ വളരെ സ്ലോലിയാണ് അത് റിക്കവർ ചെയ്തത്. നമുക്കിവിടെ ഞാനത് കാണിച്ചു തരാം. നമ്മുടെ പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ റിക്കവർ ചെയ്ത് തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ ഏകദേശം ഈ ഒരു സമയത്താണ് നമ്മൾ 9:10 മണിയാകുമ്പം ഇന്നലെ നമ്മൾ 9:27 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ. ഇന്നലത്തെ പൊസിഷനാണ് 20th ജാനുവരി ഇവിടെ കാണാം. 9:20 എടുത്ത പൊസിഷൻസ് ആണ്. ഇത് കോൾ ഓപ്ഷൻ തന്നെയാണ് 25,500. അപ്പോൾ ഈ ലോസ് മുഴുവനും നമ്മൾ കൃത്യമായിട്ട് ഇവിടെ നിന്നിട്ടുള്ള ലോസ് ഇപ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ 9:16 എടുത്ത എൻട്രിയാണ്. നമുക്ക് ഈ ട്രേഡ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നോക്കാം. ബാക്ക് ടു ലോസിലേക്ക് വന്നിട്ടുണ്ട്. ബൈയിങ് പ്രഷർ ഉണ്ട്, എന്നാലും ഡേ ഹൈ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്നത്തെ പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 145 ലെവൽ 150 ലെവലിലേക്ക് ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. ഇപ്പോൾ അറൗണ്ട് കോസ്റ്റാണ്. ഈ ട്രേഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇന്നലത്തെ ട്രേഡിനെ കുറിച്ച് സംസാരിക്കാം. കാരണം വളരെ വോളറ്റൈൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. ഇന്നലെയും അങ്ങനെ തന്നെ ആയിരുന്നു. വലിയ മൂവ്മെൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ബുക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ അതിൽ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി നമുക്ക് പോകാനും വലിയ ലോസിലേക്ക് പോകാനും. അപ്പോൾ ആ ഒരു 1-2 പ്രാവശ്യം നമുക്ക് അത് ബുക്ക് ചെയ്യാനുള്ളൊരു അവസരം മാർക്കറ്റ് നമുക്ക് തരുള്ളൂ. ആ ഒരു അവസരം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അതിന് ആവറേജ് ചെയ്ത് പൊസിഷൻ പ്രോഫിറ്റിലേക്ക് ആക്കാനായിട്ട് പറ്റണമെന്നില്ല. അപ്പോൾ അത് കൂടുതൽ റിസ്കിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇന്നലത്തെ കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പോൾ അറൗണ്ട് 5 ലാക്സ് പ്രോഫിറ്റിലുണ്ട്. പക്ഷേ 140 ലെവലിലേക്ക് വരുമോ നമുക്ക് നോക്കാം. പ്രീവിയസ് ഡേ ക്ലോസിംഗ് 130 ലെവലിൽ തന്നെയാണ്. 132.90 ആണ് ഒരു 1 മിനിറ്റ് ക്ലോസിംഗ് കാണിക്കുന്നത്. ഡേ ക്ലോസിംഗ് എവിടെയാണെന്നുള്ളത് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം. ബട്ട് സ്റ്റിൽ നമ്മുടെ പ്രോഫിറ്റ്സ് ഇപ്പം അറൗണ്ട് കോസ്റ്റിലും 2-3 ലാക്സ് അല്ലെങ്കിൽ 5 ലാക്സ് ലോസിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിന് ശേഷം നമുക്ക് നോക്കാം. ഒരു ബൈയിങ് പ്രഷർ തന്നെയാണ് കാണുന്നത് സ്പോട്ട് ലെവലിൽ നോക്കുകയാണെങ്കിൽ.
ബട്ട് സ്റ്റിൽ നമുക്കൊരു ലോവർ ലോ വരുമോ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ലോയിലേക്ക് വരുമോ എന്നുള്ളത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ ലെവൽ, സ്പോട്ട് ലെവലിൽ ഡേ ഹൈ ലെവൽ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഫോളോ ആവാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ഒരു 20 lakhs ലോസിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ നമുക്ക് ആവറേജ് ചെയ്യാം ഈ ഒരു പൊസിഷൻ, പുട്ട് ഓപ്ഷനിൽ എടുത്തിട്ടുള്ള പൊസിഷൻ. അപ്പോൾ നമ്മുടെ ഓവറോൾ ക്യാപിറ്റൽ 5.38 CR ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോസും അതുപോലെ തന്നെ വരും. അപ്പോൾ ഇന്നലെ കണ്ടതുപോലെയുള്ള ലോസുകളും ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് കാണാം. നമ്മുടെ മാക്സിമം ബെയർ ചെയ്യുന്ന ലോസ് എന്ന് പറയുന്നത് ആ ഒരു എമൗണ്ട് കുറച്ച് കൂടുതലായിക്കൊണ്ടിരിക്കും, നമ്മുടെ ക്യാപിറ്റൽ കൂടുതലാവുന്നതിനനുസരിച്ച്. ബട്ട് ദ പെർസെൻറ്റേജ് റിമെയിൻസ് ദ സെയിം, അല്ലെങ്കിൽ അറൗണ്ട് ആ ഒരു പെർസെൻറ്റേജിൽ തന്നെ നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും. 25,200 പുട്ട് ഓപ്ഷനാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഡേ ലോ ലെവല് 25,200 പുട്ട് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞു. ഇപ്പം മന്ത്ലി എക്സ്പയറിയാണ് ഇനി വരാൻ പോകുന്നത്, വീക്ക്ലി എക്സ്പയറി തന്നെയാണ് അത്. ഇനി മന്ത്ലി എക്സ്പയറി നെക്സ്റ്റ് ട്യൂസ്ഡേ വരുന്നത് മന്ത്ലി എക്സ്പയറി, ജാനുവരി മന്ത് എക്സ്പയറി തന്നെയാണ്. അപ്പോൾ 27th January 25,200 പുട്ട് ഓപ്ഷൻ നമ്മളിപ്പോൾ ആവറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 20 lakhs ലോസിലാണ് നമ്മുടെ പൊസിഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ വലിയൊരു ഡൗൺഫോൾ വന്നുകൊണ്ട് തന്നെ ഇന്നത്തെ പുൾ ബാക്കും അതുപോലെ തന്നെ കുറച്ച് കൂടുതലായിരിക്കാം. അപ്പോൾ അതിന് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ലോ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹൈ കൂടി വരികയാണെങ്കിൽ, ഹൈ റീടെസ്റ്റ് കൂടി പുട്ട് ഓപ്ഷനിൽ കിട്ടുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഇതിനകത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അറൗണ്ട് 10 lakhs തന്നെയുണ്ട് നമ്മുടെ ലോസ്. 20 lakhs ലോസ് വരുമ്പോൾ നമ്മൾ ആവറേജ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാൻ പ്രകാരം ആവറേജ് ചെയ്തു, ബാക്ക് ടു 20 lakhs ലോസ്. നല്ല റിസ്കി പൊസിഷൻ തന്നെയാണിത്. അപ്പോൾ നമ്മൾ പേടികൂടാതെ ചെയ്യുക, നമ്മുടെ അനാലിസിസും നമ്മുടെ ലെവൽസും അതിന് നമ്മുടെ ഒരു ഡിസിപ്ലിനും കൃത്യമായിട്ട് നമ്മുടെ ട്രേഡ് എന്താണോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതുമായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് തന്നെ ചെയ്യുക. നമ്മൾ വെറുതെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഡിസിഷൻസ് മാറ്റാനോ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒരു ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ട് ചെയ്യാതിരിക്കുക. നമ്മൾ എന്താണോ പ്ലാൻ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുക. നമ്മുടെ പുട്ട് ഓപ്ഷൻ എടുത്തില്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ലോസിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിൽ മാത്രമേ നമ്മൾ ആ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ് തെറ്റാവുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു കൃത്യമായിട്ടൊരു ഡാറ്റ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതിൽ സ്റ്റിക്ക് ചെയ്യണം. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് പോകുന്നതിനനുസരിച്ച് പുട്ടും കോളും എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത്രയും വലിയ ലോസ് നമ്മൾ രണ്ട് സൈഡും നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ്ലി നമ്മുടെ ഇത് റോങ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഹെഡ്ജ് ചെയ്തിട്ട് നമ്മൾ ആ ലോസ് ബെയർ ചെയ്യണം. നമ്മൾ ഇന്നലെ ചെയ്തു, ഇന്നലത്തെ മാർക്കറ്റിൽ ഇരുന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇന്നലത്തെ പൊസിഷൻ നമ്മൾ ആവറേജ് ചെയ്ത് 3 മണി വരെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഫുൾ ഡേ ഇന്നലെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ വലിയ ലോസിലേക്ക് പോകുമായിരുന്നു. നമ്മൾ കോൾ ഓപ്ഷനാണ് ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ അതിനെ ലോസ് ബെയർ ചെയ്ത് കുറച്ചായിട്ട് നമ്മൾ പുട്ട് ഓപ്ഷൻ ആഡ് ചെയ്തു. അതിനുശേഷം പുട്ട് ഓപ്ഷൻ ഫുള്ളി നമ്മൾ ആഡ് ചെയ്ത് കോൾ ഓപ്ഷൻ മുഴുവനും നമ്മൾ ബുക്ക് ചെയ്തു. ലോസ് ബുക്ക് ചെയ്തതിന് ശേഷം പുട്ട് ഓപ്ഷൻ നേക്കഡായിട്ട് ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് വന്നു. അത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷമാണ് അതിൻ്റെ പുൾ ബാക്ക് നേക്കഡ് ആയതുകൊണ്ട് തന്നെ പുൾ ബാക്ക് വന്നപ്പോൾ നമുക്കത് ലോസ് ബെയർ ചെയ്യേണ്ടി വന്നത്. ഈ ഒരു ഫ്ലക്ച്വേഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുട്ട് ഓപ്ഷനിൽ 25,200 ഒരുപാട് ആക്ഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യാം. അറൗണ്ട് 25,170 ലെവൽ ഇന്നലത്തെ ഡേ ലോ ലെവലിലേക്കൊരു റീടെസ്റ്റ് വരാനുള്ള ചാൻസസ് അല്ലെങ്കിൽ പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ന് മാർക്കറ്റിൽ നിന്ന്. പ്രീവിയസ് ഡേ ലോ ലെവൽ ഓൾമോസ്റ്റ് അങ്ങോട്ടേക്ക് ഒരു പുൾ ബാക്ക് ചെറുതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ഹൈ കൂടി ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ഹയർ ഹൈ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇവിടെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു 6 lakhs 5 lakhs 6 lakhs to 20 lakhs ലോസിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 130 ലെവൽ ബ്രേക്ക് ചെയ്ത് 140 ലെവൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ സ്കോർ ഓഫ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡേ ഹൈ വന്നിട്ടുള്ളത് 165 ആണ് കാണിക്കുന്നത്. ഓക്കെ, ഓപ്പൺ ഹൈ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ ഓപ്പൺ ഹൈ ആണെങ്കിൽ പ്രീവിയസ് ഡേ ഹൈയിലേക്കൊരു പുൾ ബാക്ക്, അതായത് 145 ലെവലിലേക്കൊരു പുൾ ബാക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നലത്തെ അതേപോലത്തെ പൊസിഷൻ തന്നെയാണ്. 5 lakhs പ്രോഫിറ്റിലാണ്. 5 lakhs പ്രോഫിറ്റിലാണെങ്കിൽ ആ 5 lakhs പ്രോഫിറ്റാണ് നമുക്ക് 1 CR ലോസിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ എത്തിച്ചത്.
അപ്പോൾ അതുകൂടി നമ്മൾ ഓർക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, റിസ്ക് റിമെയിൻസ് ദ സെയിം ബിക്കോസ് ഈ ഒരു പൊസിഷൻ നേക്കഡ് പൊസിഷൻസിൽ എപ്പോഴും റിസ്ക് അൺലിമിറ്റഡ് റിസ്ക് നമുക്ക്, അല്ലെങ്കിൽ ഫുൾ റിസ്ക് തന്നെ ഉണ്ട് അതിനകത്ത്. അൺലിമിറ്റഡ് റിസ്ക് അല്ല, ലിമിറ്റഡ് റിസ്ക് തന്നെയാണ്, ഫുൾ ക്യാപിറ്റൽ റിസ്ക് ഉണ്ട്. അതായത് നമ്മുടെ പൊസിഷൻ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റഡ് മാർജിൻ 2 കോടി രൂപയാണ് ഇൻവെസ്റ്റഡ് മാർജിൻ. അപ്പോൾ 2 കോടി 10 ലക്ഷം എന്ന് പറയുന്നത് 2.1 CR എന്ന് പറയുന്നത് മുഴുവനായിട്ട് നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഇന്നലത്തെ പോലെ ഇന്ന് എക്സ്പയറി ഡേയ്സിൽ ഉണ്ട്. അപ്പോൾ ഇന്നലെ അത് സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് എക്സ്പയറി അല്ലാത്തത് കൊണ്ട് തന്നെ മേ ബി ഇത് 123 രൂപയിൽ നിന്ന് 10 രൂപയിലോ 20 രൂപയിലേക്ക് പോകാനുള്ള ചാൻസസും ഉണ്ട്. അത് നമുക്കൊരിക്കലും തള്ളിക്കളയാനാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വാച്ച് ചെയ്യുക, എങ്കിൽ മാത്രമേ ഈ ഒരു ട്രേഡിംഗ് ലോജിക് അല്ലെങ്കിൽ ട്രേഡിംഗ് മൈൻഡ് സെറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനോ ഇമ്പ്രൂവ് ചെയ്യാനോ പറ്റുള്ളൂ. സ്റ്റോപ്പ് ലോസിനെ കുറിച്ച് കുറച്ച് പേര് ചോദിച്ചിരുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കാറില്ല, നമ്മൾ പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാറാണ്. അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ നമ്മൾ പ്രോഫിറ്റിൽ പുറത്തു വരാനാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള റിസ്ക് വെരി വെരി ഹൈ ആണ്, റിവാർഡും അതുപോലെ തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ ഈ മാസത്തെ എല്ലാ വീഡിയോസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ അത്രയും കൃത്യമായിട്ടുള്ള അനാലിസിസ് നമുക്ക് നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ലോസ് വരില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും, ഇന്നലെ വന്നിട്ടുള്ള ലോസ് പോലെ തന്നെ ആയിരിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക്, പക്ഷേ നമ്മൾ ഇന്നലെ പറഞ്ഞ പൊസിഷൻസ് പ്രോഫിറ്റിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള പൊസിഷൻസ് നമ്മൾ 1.1 CR ബുക്ക് ചെയ്തതിനകത്ത് നമ്മൾ എടുത്തിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ എടുത്തിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ ഒരു 10-15 lakhs ലോസിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് മുൻപ് തന്നെ നമ്മൾ കോൾ ഓപ്ഷനിൽ നമ്മളൊരു 50 lakhs അല്ലെങ്കിൽ 50 to 75 lakhs ലോസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ബെയർ ചെയ്യാനായിട്ട്, ഇന്നലത്തെ ഒരു ദിവസം ബെയർ ചെയ്യാനായിട്ട് ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ പറ്റാത്തതുകൊണ്ട് അത് സ്ക്വയർ ഓഫ് ചെയ്തതിന് ശേഷം ഫ്രഷ് പൊസിഷൻ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്നലെ റിക്കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലെങ്കിലും അത് മുഴുവനായിട്ട് റിക്കവർ ചെയ്തത് ഇവിടെ നമുക്ക് കാണാം. 5.38 CR ആയിട്ടുള്ളത് ക്യാപിറ്റൽ. 132 ലെവൽ അല്ലെങ്കിൽ 145 ലെവലിലേക്കാണ് ഞാനൊരു റീടെസ്റ്റ് അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 20 lakhs ലോസിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ ഡൗൺഫോളിൻ്റെ ഒരു അപ്പ് മൂവ് ആണ് വരുന്നതെങ്കിൽ, പുൾ ബാക്കാണ് വരുന്നതെങ്കിൽ അത് കുറച്ച് ഷാർപ്പായിരിക്കും, കുറച്ച് വലുതായിരിക്കാം. ഇപ്പോൾ ഒരു 20-30 lakhs പോയിട്ടുണ്ട് ലോസ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു പോയിന്റിലല്ല ഉള്ളത്, എങ്കിലും നമുക്കതിനെ കുറച്ച് ഒരു റീടെസ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. പിന്നെയുള്ള അഡീഷൻ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോഴും നമുക്ക് 3.28 CRൻ്റെ അവൈലബിൾ മാർജിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ 50% പോലും ഇതുവരെ ലോഡ് ചെയ്തിട്ടില്ല. ക്യാപിറ്റൽ ലോഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അവൈലബിൾ മാർജിൻ എപ്പോഴും നമ്മൾ 50% ഓർ എബവ് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പൊസിഷൻ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ. നല്ലൊരു അപ്പ് മൂവ് തന്നെയാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലത്തെ ഡൗൺഫോൾ അത്രയും ഷാർപ്പ് ആൻഡ് കണ്ടിന്യൂസ് ആയിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇന്നലത്തെ ദിവസം മുഴുവനും ഡൗൺഫോൾ വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു ഡൗൺഫോളിൽ നമ്മൾ ഒരുപാട് ട്രേഡ്സ് ചെയ്യാനായിട്ട് പറ്റി. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നലത്തെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇത്രയും ലോസ് നമുക്ക് ഇന്നലെ ബുക്ക് ചെയ്ത ലോസാണ്. ആ ഒരു കോൾ ഓപ്ഷനിൽ മുഴുവൻ ലോസ് ബുക്ക് ചെയ്തതിന് ശേഷം പുട്ട് ഓപ്ഷൻ നമ്മളെടുത്ത്, പുട്ട് ഓപ്ഷനിൽ ചെറിയ ലോസാണ്, ഒരു 86,000 അല്ലെങ്കിൽ 1 lakh ആ ഒരു രീതിയിൽ നമ്മൾ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കോൾ ഓപ്ഷനിൽ കുറച്ച് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും പുട്ട് ഓപ്ഷൻ എടുത്ത്, പിന്നെ ഇന്നലത്തെ മുഴുവൻ ദിവസവും പുട്ട് ഓപ്ഷൻ തന്നെയാണ് എടുത്തത്. ത്രൂ ഔട്ട് ദ ഡേ ഒരുപാട് ട്രേഡ്സ് ചെയ്തിട്ടാണ് ഈ ഒരു പൊസിഷൻ ഈ ഒരു ലോസ് റിക്കവർ ചെയ്തത്. അതിനിടയ്ക്ക് കോൾ ഓപ്ഷൻ 2 മണിക്ക് ശേഷം 2:30 വന്ന മൂവ്മെൻറ്റിൽ കോൾ ഓപ്ഷനും എടുത്തിരുന്നു. അത് കുറച്ച് ലോസ്, ഒരു 15 lakhs ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. അഗെയിൻ പുട്ട് ഓപ്ഷനിൽ ആ ഒരു 2:30 ശേഷം വന്നിട്ടുള്ള മൊമെൻറ്റത്തിലും അത് റിക്കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇന്നലെ ഓവറോൾ റിക്കവർ ചെയ്തത്. ബട്ട് ഇന്നും അതുപോലെയുള്ള ലോസിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. 20-25 lakhs 30 lakhs വന്നിട്ടുണ്ട്. ഇനിയും ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട് പുട്ട് ഓപ്ഷൻ, അതായത് മാർക്കറ്റ് റിക്കവറി ചാൻസസ് ഇനിയും ഉണ്ട്. ബട്ട് ഡേ ലോ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ലോയിലേക്ക് ഒരു ഫോളോ റീടെസ്റ്റ് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ബട്ട് മൂവ്മെൻറ്റ് വളരെ
ഫാസ്റ്റായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പുൾ ബാക്ക് കുറച്ചുകൂടി കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. മേ ബി ഒരു 25,370 ലെവലിലേക്ക് വരെ വരാനുള്ള ചാൻസസ് ഒരിക്കലും തള്ളിക്കളയാനാവില്ല. ബട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇനിയുള്ള എഡിഷൻ വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. എന്തായാലും പുട്ട് ഓപ്ഷനിൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ലോസ് എത്രത്തോളം പോകുമെന്നോ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ഒരു ലിമിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനിടയിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഡിസിഷൻസോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സോ ഒരുപാട് ഫണ്ട്സ് ലോഡ് ചെയ്യാതിരിക്കാം. അത്രമാത്രമേ നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു കൺഫർമേഷൻ വരികയാണെങ്കിൽ അഗ്രസീവ്ലി നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. 132 ലെവൽ അല്ലെങ്കിൽ 145 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. ഇതാണ് നമ്മുടെ ആക്ച്വൽ പ്ലാൻ എന്ന് പറയുന്നത്. അഗെയിൻ ലോസ് ബാക്ക് ടു 20 lakhs ഓർ ലോവർ 19 lakhs 20 lakhsiലേക്ക് നിൽക്കുന്നുണ്ട്. കൺഫർമേഷൻ വന്നിട്ടില്ല ഇതുവരെ. പുട്ട് ഓപ്ഷനിൽ ചെറിയൊരു കൺഫർമേഷൻ വന്നിട്ടുണ്ടെങ്കിലും അഗെയിൻ ഒരു ലോവർ ലോ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇനി അഗെയിൻ ഒരു കൺഫർമേഷൻ വരികയാണെങ്കിൽ നമുക്ക് അഗ്രസീവ്ലി ആഡ് ചെയ്യാം പുട്ട് ഓപ്ഷൻ. അതിൽ ഇനി എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ബൈയിങ് പ്രഷർ വരികയാണെങ്കിൽ അഗെയിൻ 130 ലെവലിലേക്ക് വന്നാൽ പോലും നമുക്ക് അഗ്രസീവായിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. 18 lakhs ലോസ്. 12 lakhs നമുക്ക് ആഡ് ചെയ്യാനുള്ളൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. വെയിറ്റ് ചെയ്യാം. അഗെയിൻ ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിനകത്ത് തന്നെ അല്ലെങ്കിൽ ഈ ഒരു 1 minute ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് 5 minutesനകത്ത് നമുക്ക് പ്രോഫിറ്റിലാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം 9:35 ക്യാൻഡിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. 9:45 ഈ ട്രേഡ് മേ ബി നമ്മൾ ക്ലോസ് ചെയ്യും. Loss under 10 lakhs. Come on. പേഷ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. 120 പ്ലസിലേക്ക് വന്നിട്ടുണ്ട്. ലോസ് അണ്ടർ 5 lakhs. ഗുഡ്. ലോസ് അറൗണ്ട് കോസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. Just wait. 1 lakh. Come on. ഇപ്പോൾ ഒന്നും നമ്മൾ ആഡ് ചെയ്യരുത്. ഒരിക്കലും ആ ഒരു മണ്ടത്തരം നമ്മൾ കാണിക്കരുത്. കാര്യം നമ്മുടെ ലോസിൽ നിന്ന് കോസ്റ്റിലേക്ക് വന്നിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് അഗെയിൻ ലോസിലേക്ക് പോയി അത്രയും നമ്മൾ ലോസ് ബെയർ ചെയ്യേണ്ടി വരും. നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് വന്നിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേ ബി ഒരു 5-10 points കിട്ടിയാൽ പോലും നമുക്ക് പ്രോഫിറ്റ്സ് കൂടുതലാക്കാനായിട്ട് പറ്റും. ഇല്ല അത് ഡൗൺ ആയാലും കോസ്റ്റിലേക്ക് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷൻ കോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ ആഡ് ചെയ്തത്. ഇപ്പം നമ്മൾ കണ്ടു കോസ്റ്റിലേക്ക് വന്നതിന് ശേഷം 10 lakhs ലോസിലേക്ക് വന്നു. പ്ലസ് ആ ഒരു അഡീഷൻ്റെ ലോസ് കൂടി നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. നമ്മൾ അഥവാ ആഡ് ചെയ്തത് കോസ്റ്റിൽ ആണെങ്കിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ കോസ്റ്റിൽ ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ വെയിറ്റ് ചെയ്യാണ്. മേ ബി ഇതിലൊരു ബൈയിങ് പ്രഷർ വരികയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്നൊരു കപ്പിൾ ഓഫ് എൻട്രീസ് ആഡ് ചെയ്യാം. 2500 പുട്ട് ഓപ്ഷൻ. കമോൺ. ഇപ്പോൾ നമ്മൾ 3 lakhs പ്ലസ് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ബട്ട് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 130 to 145. ഓക്കെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത പൊസിഷൻസ് കപ്പിൾ ഓഫ് പൊസിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് അറൗണ്ട് പ്രോഫിറ്റ് ആൻഡ് അറൗണ്ട് കോസ്റ്റും ആണ്. അറൗണ്ട് കോസ്റ്റ് തന്നെയാണ് നിൽക്കുന്നത്. ചെറിയ ലോസിലുണ്ട്, കുഴപ്പമില്ല. അറൗണ്ട് കോസ്റ്റ് തന്നെയാണ് നമ്മുടെ പൊസിഷൻ ഓവറോൾ ഉള്ളത്. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു മൂവ്മെൻ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. 135 അതുപോലെ 32 അതുപോലെ തന്നെ 145. നമ്മൾ പ്രീവിയസ് ഡേ ലോയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എഗെയിൻ 4-5 lakhs ലോസ്. കമോൺ. 130, 32 and 45. 2 levels. പിന്നെ ഒരു ബ്രേക്ക് ഔട്ടിനും ചാൻസ് ഉണ്ട്, പക്ഷെ അത് നമ്മൾ നോക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഓൾമോസ്റ്റ് 2.4 CR ആണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. അറൗണ്ട് കോസ്റ്റ് 125 ലെവൽ 130 പ്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പൈക്ക് ആവുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നോക്കാം. 5 lakhs പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. പ്രീവിയസ് ഡേ ലോ ആണ് നമുക്ക് വേണ്ടത്.
6-7 lakhs 132 നമുക്ക് പ്രൈസിൽ തന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. 127 അറൗണ്ട് 27 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബട്ട് നോട്ട് സേഫ്. ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു ക്രിട്ടിക്കൽ ലെവലിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്കിത് ആഡീഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത പൊസിഷൻ കുറച്ച് ക്രിട്ടിക്കൽ പോയിന്റിൽ തന്നെയാണ്. ബട്ട് ഇതൊരു പുൾ ബാക്കാണ്. നമുക്ക് ഈ ഒരു ഡൗൺഫോളിൻ്റെ ഒരു പുൾ ബാക്കാണ്. സ്റ്റിൽ റിസ്ക് ഉണ്ട്. ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. യെസ്, നമുക്ക് ഇവിടെ നിന്ന് കപ്പിൾ ഓഫ് എൻട്രീസ് ആഡ് ചെയ്യാം. 25,200 പുട്ട് ഓപ്ഷൻ. Again back to cost. Yes, 132 ഹിറ്റ് ചെയ്യോ നമുക്ക് നോക്കാം. യെസ്, പുൾ ബാക്കിന് ശേഷം ബൈയിങ് പ്രഷർ വരുന്നുണ്ട്. പുട്ട് ഓപ്ഷനിലാണെങ്കിൽ സ്പോട്ടിലൊരു റിജക്ഷൻ. യെസ്, ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പൈക്ക് എക്സ്പെക്ട് ചെയ്യാം ടുവേർഡ്സ് 132 ഓർ 145 ഓർ ഈവൻ 160+. യെസ്, 130 വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുഡ്. 28, come on. Yes, 6 lakhs profit. ഇവിടെ പൊസിഷൻ സേഫ് ആയിട്ടില്ല, സ്റ്റിൽ റിസ്കി തന്നെയാണ്. യെസ്, 26, കമോൺ. ഫ്യൂ മിനിറ്റ്സ് ആയി. എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 50% ക്യാപിറ്റൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 50% ലോഡ് ചെയ്തിട്ടുണ്ട്. അവൈലബിൾ മാർജിൻ 50% ഉണ്ട്. സ്റ്റിൽ റിസ്ക് ഉണ്ട് ഈ ഒരു പൊസിഷനിൽ. ഇപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന 132 മാത്രമാണ്. 132 ഓർ 145. Wait patiently. Again 5 lakhs 8 lakhs പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പൊസിഷൻ. 132 and 145. Let's wait. Yes, 122, 23. കോസ്റ്റിൽ തന്നെ ട്രേഡ് ചെയ്യുന്നുണ്ട്. പൊസിഷൻ ഇസ് അറ്റ് കോസ്റ്റ്. $125 ബ്രേക്ക് ചെയ്യണം. ബട്ട് ബൈയിങ് പ്രഷർ ഉണ്ട് സ്പോട്ട് ലെവലിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കാം. ഈ ഒരു പൊസിഷൻ ലോസിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. 15 lakhs ലോസിലുണ്ട്. ഇനി കുറച്ചുകൂടി സമയമെടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, യെസ്, നമ്മുടെ പൊസിഷൻ 130 എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെയാണ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഗെയിൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു ഞാൻ. യെസ്, 132. യെസ്, നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തു പൊസിഷൻസ്.
ഒരു 20 lakhs പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ട്രേഡ് നമുക്ക് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അറൗണ്ട് 30 lakhs 25 lakhs പ്ലസ് ലോസിലുണ്ടായിരുന്നതാണ് ഈ ഒരു പൊസിഷൻ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. പ്രീവിയസ് ഡേ ലോ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്, അറൗണ്ട് 170 ലെവൽ. യെസ്, ആ ഒരു ലെവലിലേക്ക് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. 132 ലെവലാണ് നമ്മൾ പുട്ട് ഓപ്ഷനിൽ എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സിറ്റഡ് പ്രൈസ് 133 പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ട്രേഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവലിൽ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഒരു ബൈയിങ് പ്രഷർ 170 ലെവൽ, അതായത് പ്രീവിയസ് ഡേ ലോ ലെവലിൽ നിന്ന് വരുന്നുണ്ട്. ഇനി 132 ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ 145 ലെവലും അതുപോലെ തന്നെ 170 160 പ്ലസിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫർദർ എൻട്രീസ് എടുക്കാം. അപ്പോൾ ഈ ഒരു ട്രേഡ് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഫസ്റ്റ് ഒരു 5 മിനിറ്റ്സിൽ നമുക്ക് ഷാർപ്പായിട്ടുള്ളൊരു അപ്പ് മൂവ് ആണ് വന്നിട്ടുള്ളത് സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ. അതിനുശേഷം അത് ഇത്രയും സമയം എടുത്തിട്ടാണത് ഡൗൺ ആയിട്ടുള്ളത്. പ്രീവിയസ് ഡേ ലോയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ലെവൽ ബ്രേക്ക് ചെയ്ത് ഇന്നത്തെ ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡൗൺഫോൾ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഫർദർ എൻട്രീസ് എടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ക്യാപിറ്റൽ എന്തായാലും നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്, ഈവൺ ഈ ഒരു അക്കൗണ്ടിലാണെങ്കിൽ പോലും. അപ്പോൾ എന്തായാലും അടുത്തൊരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. യെസ്, 145 ലെവൽ ബ്രേക്ക് ചെയ്ത് 150 ലെവലിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പുട്ട് ഓപ്ഷൻ. അപ്പോൾ നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യാം. ഡേ ലോയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. 145 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി ഉണ്ട്. 170 ലെവൽ 160 പ്ലസിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. $25,200 പുട്ട് ഓപ്ഷൻ. യെസ്, നമുക്ക് എൻട്രി എടുക്കാം. ട്രേഡിംഗ് അറൗണ്ട് 150-70 ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. 25,200. $800 ലോട്ട്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു പുൾ ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അത് 132 ലെവൽ വരികയാണെങ്കിൽ നമുക്ക് ആവറേജ് ചെയ്യാം. 132 ലെവൽ വന്നു കഴിഞ്ഞാൽ ആവറേജ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. $25,100 ലെവലിലേക്ക് വരുമോ നമുക്ക് നോക്കാം. സ്പോട്ട് ലെവൽ 25,100 അല്ലെങ്കിൽ ഈവൻ 25,100 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് കപ്പിൾ ഓഫ് അഡീഷൻസ് കൂടി കൊടുക്കാം. 25,200 ഒരു ബൈയിങ് പ്രഷറുണ്ട്. പുട്ട് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ യെസ്, കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. 165 ആണ് ഡേ ഹൈ, അല്ലെങ്കിൽ ഓപ്പൺ ഹൈ, ഓൾമോസ്റ്റ് ഓപ്പൺ ഹൈ ആണ്. 165.05 ആണ് ഹൈ വന്ന് കാണിക്കുന്നത്. ഓപ്പൺ 165. അപ്പോൾ അഗൈൻ ഒരു 15-20 പോയിൻറ്റ്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഇവിടെ.
വളരെ ഷാർപ്പായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഒരുപക്ഷെ വരാൻ പോകുന്നത്. 135 വന്ന് 32 വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാം. ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കാം വേണമെങ്കിൽ. നമ്മൾ 1 CR മാത്രമാണ് ലോഡ് ചെയ്തിട്ടുള്ളത്. ഇൻവെസ്റ്റഡ് മാർജിൻ എന്ന് പറയുന്നത് 4.43 അവൈലബിൾ മാർജിനുണ്ട്. എപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനുള്ള ഇനഫ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക. വെദർ നമ്മുടെ പൊസിഷൻ ലോസിലാണെങ്കിലും പ്രോഫിറ്റിലാണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടാവും. ആ ഒരു ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് പ്രഷറില്ലാതെ ചെയ്യാനായിട്ട് പറ്റും. ഒരു 4 lakhs ലോസിലുണ്ട്. 150-145 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ 132 ഒരു പുൾ ബാക്ക് വരും. Yes, 145, 46. ഇപ്പോൾ നമ്മൾ 150 അറൗണ്ടാണ് പ്രീവിയസ് എൻട്രീസ് എല്ലാം എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് എൻട്രി മാത്രം 147.50. ഓക്കെ, എല്ലാ എൻട്രീസും 150 പ്ലസ്സിലാണ്. എക്സ്പെക്ടിങ് ദിസ് സ്ട്രൈക്ക് പ്രൈസ് 25,200 165 ഡേ ഹൈയിലോട്ട് അല്ലെങ്കിൽ 170 പോകുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് 150 എടുത്തിട്ടുള്ളത്. വി ആർ റെഡി ടു ആവറേജ് ഇറ്റ് അറൗണ്ട് 132. അതൊരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. അത് ബ്രേക്ക് ചെയ്തപ്പോൾ അത് സപ്പോർട്ട് ലെവലായിട്ട് മാറി. ഇപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 165 ഒരു സ്പൈക്കാണ്. കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. 132 ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല. 150 വന്നിട്ടുണ്ട് പ്രീമിയം. യെസ്, അഗെയിൻ ഒരു സെല്ലിംഗ് പ്രഷറാണ് പുട്ട് ഓപ്ഷനിൽ കാണുന്നത്. അതായത് സ്പോട്ട് ലെവൽ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഡേ ലോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഡൗൺഫോൾ എക്സ്പെക്ട് ചെയ്യാം സ്പോട്ട് ലെവലിൽ. അപ്പോൾ ആ ഒരു ലോവർ ലോയിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. അപ്പോൾ അതാണ് ആക്ച്വൽ പ്ലാൻ. ബാക്ക് ടു 150 കോസ്റ്റ്. ഒരു 20 പോയിൻറ്റ്സ് നമുക്ക് വേണ്ടത്. $20 എക്സാക്റ്റ് കിട്ടുമോ നമുക്ക് നോക്കാം. വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കപ്പിൾ ഓഫ് മിനിറ്റ്സ്, വെയിറ്റ്. ഇസ് അഗെയിൻ 150 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. 150 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 165, 170. കമോൺ.
5 മിനിറ്റ്സിലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം നമുക്ക് പൊസിഷൻ. ഒരു ചാർട്ട് ഈ ഒരു ക്യാൻഡിലിൽ കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ 150 165 ലെവലിലേക്ക് വരേണ്ടതാണ്. നമുക്ക് നോക്കാം. അറൗണ്ട് കോസ്റ്റ് 60,000 ലോസ്. യെസ്, 152. കമോൺ. $153. Good. 150. $60+ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊരു മൊമെൻറ്റം കിട്ടും. പ്രൈസ് റിജക്ഷൻ ആണ് വന്നിട്ടുള്ളത്. അഗെയിൻ ബാക്ക് ടു 145. വെയിറ്റ് ചെയ്യാം. യെസ്, 151 ബ്രേക്കൗട്ട് വരുമോ നോക്കാം. യെസ്, വെയിറ്റ് ചെയ്യാം. 153. ഓക്കെ. യെസ്, ഒരു ഡേലോയിലേക്ക് ഒരു സ്പൈക്ക് വരാൻ പോകുന്നുണ്ട്. ഒരു ഫോൾ, ഷാർപ്പ് ഫോൾ. കമോൺ. വെയിറ്റ്. ബാക്ക് ടു 145. നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഡേ ഹൈയിലേക്ക് വന്നിട്ടുണ്ട്. 165 ലെവലിലേക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 10 lakhs പ്രോഫിറ്റിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു എൻട്രി 132 ലെവലിൽ നമ്മൾ കൊടുത്തിട്ടുള്ള എൻട്രി ആക്റ്റീവ് ആയിട്ടില്ല. 135 ആണ് വന്നിട്ടത്. ഓൾമോസ്റ്റ് ഡേ ഒരു ലോ വന്നത് 135.05 ആണെന്ന് കാണിക്കുന്നത്. 170 ഓൾമോസ്റ്റ് വരാനായിട്ടുണ്ട്. 169 170 വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ട്രേഡ് സ്ക്വയർ ഓഫ് ചെയ്യാം. ഒരു 13 lakhs പ്രോഫിറ്റ് നമ്മളിതിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഇന്ന് 32 lakhs നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു ഡേ ലോ ബ്രേക്ക് ചെയ്തൊരു ഫോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2 പാർട്ടായിട്ടാണ് ഈ ഒരു ട്രേഡ് ചെയ്തിട്ടുള്ളത്. 132 ലെവലിലേക്ക് വരുന്ന ഒരു പുട്ട് ഓപ്ഷനിൽ നമ്മൾ എൻട്രി എടുത്തിട്ട് 132 ലെവലിലേക്ക് വരുന്ന ഒരു ട്രേഡും, അതായത് ഫസ്റ്റ് 5 മിനിറ്റ്സിന് ശേഷം വന്നിട്ടുള്ള ഒരു DK ഒരു ട്രേഡ് ചെയ്തു. പ്രീവിയസ് ഡേ ലോ, ആ ഒരു ലോയിലേക്ക് വരുന്ന ഒരു പ്രീവിയസ് ഡേ ലോയിലേക്ക് വരുന്ന ഒരു മൂവ്മെൻറ്റും, അതുപോലെ തന്നെ അതിനുശേഷം അത് ബ്രേക്ക് ചെയ്ത് ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത ഓപ്പർച്യൂണിറ്റിയിൽ ചെയ്യാം. അപ്പോൾ ഒരു നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റി ഇന്നലത്തെ ലോസിന് ശേഷം. എന്തായാലും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.